ഇനി വരുന്ന 5 വർഷം ചിലരുടെ ജീവിതം മുഴുവൻ അടിച്ചുമറിക്കും. വട്ടപൂജ്യത്തിൽ നിന്നോ കഷ്ടപ്പാടുകളിൽ നിന്നോ ഒറ്റപ്പെട്ടതിൽ നിന്നോ ഉയരാൻ കാത്തിരിക്കുന്നവർ, അവരുടെ സമയം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. 27 നക്ഷത്രങ്ങളിൽ ഈ 11 നക്ഷത്ര ജാതകർ ഇനി പൊടിക്കുക തന്നെ ചെയ്യും. പണം ഇവർക്ക് വന്നു ചേരും. ധാരാളം പവർ ഉണ്ടാകും. ഇവരെ റെസ്പെക്റ്റ് ചെയ്യാൻ ആളുകളുണ്ടാകും. സ്റ്റെബിലിറ്റി ഉണ്ടാകും. എല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന വിരളമായ കാലഘട്ടം. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ? ഒറ്റ സെക്കൻഡും സ്കിപ്പ് ചെയ്യരുത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ഇനി 5 വർഷക്കാലം രാജയോഗവും വിജയവും അനുഭവിക്കുന്ന 11 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ ഞായറാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടാകും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. എന്തുകൊണ്ടാണ് വരുന്ന 5 വർഷക്കാലം ഈ നക്ഷത്ര ജാതകർ പൊടിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ശനി, ഗുരു, രാഹു, ഈ 3 ഗ്രഹങ്ങളും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില കർമ്മഫലങ്ങൾ തരുന്നു. കർമ്മ റിവാർഡും വെൽത്ത് വർദ്ധിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങളും ഇനി ഈ 5 വർഷക്കാലമാണ്. നിങ്ങൾ പവർഫുള്ളായി നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുക തന്നെ ചെയ്യും. അതിനാൽ അടുത്ത 60 മാസങ്ങൾ ഈ 11 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കാലഘട്ടം തന്നെയായിരിക്കും. ഏതൊക്കെ നക്ഷത്ര ജാതകർ ഈ 5 വർഷം കൊണ്ട് അടിച്ചു പൊളിക്കുന്ന, എല്ലാ രീതിയിലും പൊടിക്കാൻ കഴിയുന്ന, ആ ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരുന്ന 11 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 11 നക്ഷത്ര ജാതകർ ഇനി പൊടിക്കുക തന്നെ ചെയ്യും. സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായും വലിയ വിജയമാണ്, വലിയ നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ജോലിയിൽ ഒരു വലിയ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു. ലീഡർഷിപ്പ് നിങ്ങൾ നയിക്കുക തന്നെ ചെയ്യും. പരാജയപ്പെടില്ല, വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ബിസിനസ് ബൂമാകും. മണി ഫ്ലോ കണ്ടിന്യൂസ്. ധനം ധാരാളം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതം മറിയും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അശ്വതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും മനോഹരമായ 5 വർഷങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം, രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം, വലിയ നേട്ടം കാത്തിരിക്കുന്നു. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങളുടെ സ്ലോവായ ജീവിതം ഇനി പൊടിക്കുക തന്നെ ചെയ്യും. നല്ല സ്പീഡിൽ പോകും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ വിദേശത്ത് പോകും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രണയം പൂവണിയും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. ശനിയാഴ്ച ദിവസം രാഞ്ചനം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. വലിയ ഭാഗ്യമാണ്, വലിയ നേട്ടമാണ്. നിങ്ങളൊരു സ്വാമി ഭക്തനാണ് എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികക്കാർക്ക് ഇത് ഒരുപാട് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ്. കിക്ക് മണി, ധാരാളം ധനം വന്നു ചേരുന്ന സമയം. സഡൻ സക്സസ്, നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു സക്സസ് ഉണ്ടാകുന്നു. പരാജയപ്പെട്ടതൊക്കെ വിജയത്തിലെത്തുന്നു. നിങ്ങളുടെ ബിസിനസ് ലക്കിലെത്തുന്നു. ബിസിനസ് ഭാഗ്യം വർദ്ധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോവുക. ദേവീക്ഷേത്രത്തിൽ പോയി ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീര നക്ഷത്ര ജാതകർക്ക് ന്യൂ കരിയർ സ്റ്റാർട്ട്.
അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കരിയറിൽ വലിയ വിജയം സംഭവിക്കാൻ പോകുന്നു. ഫോറിൻ ലക്ക്, വിദേശത്തേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയമാണ്. സെറ്റിംഗ് പവർ, നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. സൂര്യ നമസ്കാരം ചെയ്യുക. എല്ലാ രീതിയിലും ഭാഗ്യമാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. നിങ്ങളൊരു ദേവീഭക്തനാണോ? അമ്മേ മഹാമായെ പൊന്നുതമ്പുരാട്ടി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് ബിഗ് ട്രാൻസ്ഫോർമേഷൻ, ത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. നിങ്ങളുടെ സ്റ്റക്ക് ഇഷ്യൂസ് ക്ലിയർ ആകാൻ പോകുന്നു. നിങ്ങൾക്കൊരു മണി ബാക്ക് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു. തിങ്കളാഴ്ച ദിവസം ശിവപൂജ ചെയ്യുക. ഓം നമ ശിവായ എന്നൊന്ന് പുണർന്ന നക്ഷത്ര ജാതകർ കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് മുത്തുമാരിയമ്മയുടെ അനുഗ്രഹമുണ്ട്. ഗുരു നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ വെൽത്ത് വർദ്ധിക്കുന്ന സമയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 101 തവണ ചൊല്ലുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യം വന്നു ചേരും. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ പൂയം നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾ പ്രോപ്പർട്ടികളൊക്കെ വാങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും. പബ്ലിക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. പബ്ലിക് നിങ്ങളെ ബഹുമാനിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അമ്മേ മഹാമായി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെയൊക്കെ പ്രോഫിറ്റ് പിക്കാവുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഗെയിൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന സമയം. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ജോബിൽ ഒരു പ്രമോഷൻ ലഭിക്കുന്ന സമയം. നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. വിദേശ രാജ്യത്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. സാറ്റർഡേ ദിവസം നിങ്ങൾ പോകേണ്ടത് ശിവക്ഷേത്രത്തിൽ തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. അനിഴം നക്ഷത്ര ജാതകർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം 10ാമത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്കൊരു വിദേശത്തേക്ക് പോകാനൊരു ചാൻസ് വന്നു ചേരുന്നു. നിങ്ങൾക്കൊരു ഹൗസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയാനുള്ള യോഗം വന്നു ചേരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം വെൽത്ത് വർദ്ധിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. കുടുംബവുമായി വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോവുക. ദേവി മഹാമായെ പൊന്നുതമ്പുരാട്ടി നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യമാണ്. അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ലൈഫിൽ ഒരു വലിയ ചേഞ്ച് വന്നു ചേരുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. നിങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറുന്ന സമയം. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം. സ്പിരിച്വൽ വെൽത്ത് വന്നു ചേരുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. ഈ 5 വർഷം ഏറ്റവും കൂടുതൽ ശക്തമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. പണം ഭയപ്പെടരുത്. നിങ്ങളത് റെസ്പെക്റ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടം വന്നു ചേരും. പണം എപ്പോഴും വരണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുക. ഡെയിലി ദൈവത്തെ വിളിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. പഴകിയതും ചീത്തയായതുമായ സാധനങ്ങളൊന്നും വീട്ടിൽ സൂക്ഷിക്കരുത്. ഇവരാണ് ഈ 11 നക്ഷത്ര ജാതകരാണ് വരുന്ന 5 വർഷക്കാലം നിങ്ങൾ ഒരുപാട് പൊട്ടിക്കാൻ പോകുന്നത്. 11 നക്ഷത്ര ജാതകർക്കും ഇനി മിന്നിത്തിളങ്ങാൻ സാധിക്കും. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ട് എങ്കിൽ
യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ രാജയോഗം ഉയരട്ടെ എന്ന വീഡിയോ. തീർച്ചയായും ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, സർവ്വസൗഭാഗ്യമാണ്. നിങ്ങൾ മിന്നിത്തിളങ്ങുക തന്നെ ചെയ്യും.